നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരിതെളിഞ്ഞു, ട്രാക്ക് ഉണർന്നു. ഇനി കൗമാര കായിക പോരാട്ടങ്ങളുടെ 8 നാളുകൾ. കേരള സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. വർണ്ണാഭമായ ചടങ്ങിൽ ഫുട്ബോൾ ഇതിഹാസം IM വിജയനാണ് ദീപശിഖ തെളിയിച്ചത്. മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ട്രാക്കിലും ഫീൽഡിലും തീപിടിപ്പിക്കുന്ന പോരാട്ടങ്ങളുടെ 7 ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. 14 ജില്ലകൾക്ക് പുറമെ മറുനാടൻ മലയാളികളുടെ കരുത്തറിയിക്കാൻ UAE ടീമും ഇത്തവണയുണ്ട്. ബാലരാമപുരത്ത് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറാണ് 1-ാം പ്രതി. അമ്മ ശ്രീതു 2-ാം പ്രതിയാണ്. നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 30 പുലർച്ചെയായിരുന്നു അതിക്രൂര കൊലപാതകം നടന്നത്. കോട്ടുകാൽക്കോണം വാറുവിളാകത്ത് വീട്ടിലാണ് ശ്രീതുവും മകൾ ദേവേന്ദുവും അമ്മയും സഹോദരൻ ഹരികുമാറും താമസിച്ചിരുന്നത്. സംഭവ ദിവസം പുലർച്ചെ ഹരികുമാർ 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിയുകയായിരുന്നു. ഇത് കണ്ടിട്ടും ശ്രീതു തടഞ്ഞില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിരപ്പള്ളിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതാ വാച്ചർക്ക് നേരെ ലൈംഗിക അതിക്രമം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിയിൽ. അതിരപ്പള്ളിയിൽ വനിതാ വാച്ചർക്ക് നേരെ ലൈംഗിക അതിക്രമം. വാഴച്ചാൽ ഡിവിഷന് കീഴിലെ സെഷൻസ് ഫോറസ്റ്റ് ഓഫീസറാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതാ വാച്ചർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ PP ജോൺസണെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ പിടികൂടിയത്. പ്രതിസന്ധിയിൽ CPI, പ്രവർത്തകർ കൊഴിഞ്ഞുപോകുന്നു. സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് CPI കടന്നുപോകുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ പാർട്ടി വിടുന്നത് CPIക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CPIയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലാണ് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടിയോട് വിട പറഞ്ഞത്. കൊല്ലം കുണ്ടറയിലും കുന്നിക്കോടുമാണ് പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടായത്. CPIയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന കുന്നിക്കോട് 100ഓളം പേരാണ് പാർട്ടി വിട്ടത്. ഇവർ കോൺഗ്രസിൽ ചേക്കേറിയതോടെ ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് തീയിട്ട സംഭവം. നാളെ ഹർത്താൽ. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 10 വണ്ടികൾ പൂർണ്ണമായും കത്തി. 2 വണ്ടികൾ എറിഞ്ഞും അടിച്ചും തകർത്തു. ഫാക്ടറിക്ക് മുന്നിൽ യുദ്ധസമാനമായ കാഴ്ചയാണ് അരങ്ങേറിയത്. നിലവിൽ ഫാക്ടറിയിലെ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. 4 മണിക്കൂറിന് ശേഷമാണ് തീ അണച്ചത്. അതേസമയം യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് നാളെ ഭാഗികമായി ഹർത്താൽ പ്രഖ്യാപിച്ചു. ഓമശ്ശേരി പഞ്ചായത്തിലെ വെളിച്ചെണ്ണ, കൂടത്തായി, ചക്കിക്കാവ്, താമരശ്ശേരി പഞ്ചായത്തിലെ വെഴുപ്പൂർ, കുടുക്കലുമാരം, കരിങ്ങമണ്ണ, അണ്ടോണ, കോടഞ്ചി പഞ്ചായത്തിലെ മൈക്കാവ്, കരിമ്പാലക്കുന്ന്, കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ പൊയിലങ്ങാടി, ഓർങ്ങട്ടൂർ, മാനിപുരം എന്നീ വാർഡുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.